കാട്ടുചേനി ചെമ്മീൻ മീൻ്റെ അച്ഛാ ഇത് പിടിക്ക് അങ്ങ് ആടെ ഒന്നുണ്ട് ഇത് പിടിക്ക് ഞാൻ അരിഞ്ഞിട്ട് വരട്ടെ അച്ഛാ അതിങ്ങ് തന്നെ ഞാൻ തോട്ടിന്ന് കഴുകാല നിന്ന ഇത് പിടിക്ക് ആ തോട്ടിന്ന് കഴുകട്ടെ കൊണ്ട കത്തി വെക്ക് കൊറേ സമയമല്ല അച്ഛനും മോളും പോയിട്ട് കാട്ടിയാൻ തണ്ട് കുടിക്കാൻ കാണുന്നതല്ല. അച്ഛാ എന്തിനാ ചോല നാവ് കൊടുക്കാനാ? നല്ല സ്ഥലത്ത് വെക്ക്. ഓ അച്ഛ അമ്മ നോക്കിയാ കാത്തിരിക്കുന്നു. അമ്മ കെട്ടിമേ കൊറേ സമയം പോയിട്ട് താഴെ ഉണ്ടായിന് തോട്ടിന്റെ അടുത്താ. അമ്മ ഇത് മൂത്തിനമ്മേ ഇതാ ഇതെന്നാ 2 കളർ കാണുന്നു. ഇതാ നോക്കറാ പുള്ളി കറി വെക്കണ്ട മകന്നെ. തടപ്പയും കത്തി കൊടുത്തിട്ടെ മൂത്താത് കൊള്ളൂല. ഒന്നോ വേഗം അരിയിട്ടുമേ സമയം കുറേ ആയിക്കൊണ്ട. അമ്മ ഇത് എങ്ങനെയാ വെക്കണ്ടമ്മേ? എനിക്ക് തിരിഞ്ഞിട്ടാ. തേങ്ങ അരച്ച് പുളിയും കൂട്ടി വെച്ചോ. കുറച്ച് ഉണക്കച്ചെമ്മീൻ്റെ കിട്ടും. ഉണക്കച്ചെമ്മീൻ അല്ലേ? ഉണക്കച്ചെമ്മീനുണ്ട്. അതെ അതും കടിച്ചു ഞാനും കൂടി മുറിക്കാൻ കൂടാ. കറി വെച്ച് കൂട്ടുന്നായിട്ട് മുമ്പെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവൂലേ വണ്ണമില്ലത്. ഞാനിവിടെ വന്നേ പിന്നെ ഇത് കറി വെച്ച് കൂട്ടിയത്. നമ്മളങ്ങോട്ടൊന്നും ഇതില്ല. ചേനയുണ്ട് എന്നല്ലാണ്ട് കാട്ടുചേനയൊന്നുമില്ല. ഞാനിതെന്നാ കഴുകട്ടുമേ മുറുക്ക. അമ്മ ചെറുങ്ങനരിയുണ്ട് വട്ടത്തിലല്ലേ? അമ്മേ ഇത് ചില ആൾക്കാരും ചൊറിയല്ലേ? സ്കിന്നിന് പ്രശ്നമുള്ളവർക്ക് കുറച്ച് സമയം ഇങ്ങനെ ചെറുങ്ങനെ ചൊറിയും. അമ്മ അടുത്ത് രാവിലെ പണിക്ക് പോയിനല്ലേ? പോയിന്. അങ്ങനെ ഇത് മുറിച്ചായിട്ടില്ലതാ. അമ്മേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവേ. കറിയാക്കിട്ട് കൊണ്ടുവരാ. ആറാട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മീനാട്ടം കൊണ്ടുവരുമ്പോ എന്നാ കടുപ്പയും കത്തിയോടെ വെച്ചേ. ഞാൻ വരേ. നീ ചീനിയാ? ഇല്ല. ഓ ഇവിടെ അപ്പത്തേക്ക് പോയിട്ടുണ്ടോ? അതൊക്കെ വരട്ടെ. മരിച്ചുപോയി. എത്ര മലയാള സുന്ദരം പാട്ടുകൾ പാടിയതാ. നിങ്ങൾ നേരത്തെ വന്നില്ല. അന്ന് എന്നെ വിളിക്കല്ലോ ഉണ്ട്. ഓ എന്നാ തിരക്ക്. നീ പതുക്കന് വേട്ട വിചാരിച്ചു. മീൻ കിട്ടീന്നേട്ടാ. അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ പേരെ ഞാൻ പാട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. കൊത്താൻ പോയില്ല. അമ്മയും ഞാനും കൂടി മുറിച്ചു. അതാണ് ഇത്ര വൈകുന്നത്. ഓ അതെയാ. അച്ഛന് പിന്നെ കാട്ടുചേനത്തണ്ട് തമര ഇങ്ങനത്തെ കറികളിൽ പറ്റൂലും. അതന്നെ നല്ലത്. നല്ല പോഷകസമൃദ്ധമായ കറികളല്ലേ അല്ലേ?
എന്നാ പിന്നെ പെട്ടെന്ന് ആക്കിക്കോ അത്. പഴയ ആൾക്കാരിൽ ആരോഗ്യം കാണുന്നില്ലേ, ഇങ്ങനത്തെ കറികളെല്ലാം കൂട്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ഞാനൊന്നും പറഞ്ഞിട്ടല്ല എന്റെ ശിവനെ, കറിയാക്കാനല്ലേ എന്നോട് പറഞ്ഞു. നീ വേഗം കറിയാക്കാന്നാലി, മീൻ വെച്ചിട്ടായിട്ട് വെച്ചോ. എന്നാ പിന്നെ ഞാൻ വേഗം കറിയാക്കട്ടെ, അച്ഛനെ ഇപ്പൊ ചോറ് വയ്ക്കാനോ പറഞ്ഞാൽ ഇപ്പൊ സമയവും. എന്നാ പിന്നെ നമുക്കിന്ന് കറി തയ്യാറാക്കേ. അമ്മ പറഞ്ഞ പോലെയാണ് ആക്കുന്നേ. കാട്ടുചേനത്തണ്ട് മുറിച്ചിട്ടിട്ടുണ്ട്, അത് നീരൊക്കെ ഇട്ട് കൊടുക്കുക. കാട്ടുചേനത്തണ്ടിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകളാണ് ചെറിയ ഉള്ളിയാണ്, കുറച്ച് ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, ഉണക്കച്ചെമ്മീൻ, 2 കരിയാമ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. അപ്പം അടുപ്പിൽ തീ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാട്ടുചേനത്തണ്ടും ചെമ്മീനും ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി പുളിവെള്ളത്തിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാനുണ്ട്. അപ്പം നമ്മളെ കഷ്ണത്തിൽ പുളിയിൽ നല്ല വൃത്തി പിടിച്ചിട്ടുണ്ട്. ഈ അരപ്പൊഴിച്ച് കൊടുക്കുക. തേങ്ങ മാത്രമാണ്, വേറെ ഒന്നും ഇട്ടില്ല, ജീരകം ഒന്നും ഇട്ടില്ല, വെറും തേങ്ങ. അപ്പം നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്, കുറച്ച് തീ കുറക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ ഒന്ന് വറുത്തിടണം, ഇതൊന്ന് വാങ്ങി വെക്കണം. നല്ല ചെമ്മീൻ്റെ മണം അടിക്കുന്നുണ്ട്, ഉണക്ക ചെമ്മീൻ്റെ മണം. അരിട്ടയുടെ ബന്ധമാണ് വലിയ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, അങ്ങനെ നമ്മളെ കാട്ടുചേനത്തണ്ടിൽ ഉണക്കച്ചെമ്മീനിട്ട കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു മീൻ കറിയും കൂടി ആക്കണം. മീൻ വറ്റിക്കല്ല, സമയം കത്തി. അപ്പുറം തറവാട്ടിൽ നാരായണൻ്റെ അനിയത്തി മോളും വന്നിട്ടുണ്ട്. വേഗം ആക്കിയിട്ട് ഉണ്ണുമ്പൊക്കെ കറി കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനെല്ലാതെയും കൂടി തറവാട്ടിലേക്ക് പോവുകയാണ് കറി കൊണ്ട് കൊടുക്കാൻ. മീൻകറി അത്ര ഇല്ലല്ലേ, വറ്റിച്ച് വെച്ചോണ്ട്. കറിയായി അനിയത്തിയുണ്ട്, ദിയുണ്ട്. ഓ കഴിഞ്ഞ സുഖമില്ലല്ലോ, നടുവേനയില്ലേ? നീ എവിടെ ചേർന്നിങ്ങനെ? മാടായി കോളേജിലല്ലേ? അപ്പം കൊണ്ട് ക്ലാസ്സിന് എന്താ പറയുക, വളമ്പ് എന്താ പറയുന്നു, രഹസ്യ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി കാട്ടുചേനി ചെമ്മീൻ. ചെമ്മീൻ കാണുന്നില്ലല്ലോ പാത്രത്തിലോണ്ട്, ചെമ്മീൻ കാണുന്നില്ലല്ലോ. അച്ഛൻ പാത്രത്തെ കൊടുക്കേ. ടേസ്റ്റ് നോക്കിട്ടേ. മീൻ അത്ര ഇല്ലു, ഒട്ടക 4 കിട്ടിയിട്ടു. അത് 150 കൊണിച്ചാണ് വെറ്റിച്ച് വെച്ചാണ് ഓരോ കഷ്ണം. അച്ഛൻ നമ്മൾ ഈ കറി നോക്കറാ, നല്ല രസമുണ്ട്. നോക്കിയാ നല്ല രസമുണ്ട്. എന്നാ തൊണ്ട പിടിച്ചിനെയാ രസമുണ്ടമ്മേ.
പത്ത് ദാനം അതെയാ അച്ഛന് ഫസ്റ്റ് സാധനം തന്നെയാണ് അച്ഛൻ പറഞ്ഞിട്ടാക്കിനി നീ എനിക്കറിയാനെ കാട്ട് ഞാൻ കണ്ടിട്ടുണ്ടാ കഴിച്ചിട്ടുണ്ടോ കറി കറി കൂട്ടിട്ട എന്നാ ഇന്ന് കറി കൂട്ടിക്കോട്ടെ ഇതെല്ലാം പോഷക സമൃദ്ധമായ കറി എന്നാ പിന്നെ അച്ഛനമ്മയും ചോറ് കഴിക്കട്ടെ നിങ്ങൾ ഇപ്പഴും കഴിക്കുന്നില്ല കഴിക്കുന്നില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല നീയേ എന്നാ പിന്നെ അവര് കഴിക്കട്ടെ അച്ഛൻ താറ്റ കൊടുത്താന്നാലേ താറ്റ അമ്മ താറ്റ താറ്റ കൊടുത്ത താറ്റ 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 ഓക്കെ അപ്പം ഞാനും ചോറ് കഴിക്കാൻ എഴുതിയിട്ടുണ്ട് അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല ഒരു നവല് കണ്ടങ്ങളിൽ വരണത്ര ഓൻ ബസ് കയറിന്ന് പറഞ്ഞ് എത്തിയിട്ട് ഞാൻ കഴിക്കുന്നു നടക്ക് വിശക്കുന്നത് ഞാൻ കഴിക്കാം സമയം എന്തായാലും വൈകി വിശന്നാ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റൂല കുഴിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കാട്ടു ചേനത്തുണ്ട് ചെമ്മീൻ ഇട്ട കറി ചെമ്മീൻ ഉണ്ടാ ഒരു മീൻ്റെ കഷ്ണം ലേശം ചാറും ട്രെയിലോട്ടാ മതി വേറെ കറിയൊന്നുമില്ല ഒന്നുമില്ല ഇതാ ഒരു പച്ചമുളകുണ്ട് അത് നമ്മുടെ ഇതാ കറിയിലേക്ക് ഒന്ന് നേടി കൊടുക്കാം നമ്മളെ കഴിക്കട്ടെ കുഴച്ച് നല്ല വൃത്തി കുഴക്കുക തൂരുള്ളി ആക്കുക ചെമ്മീനിട്ടുകൊണ്ട് പ്രത്യേക സ്വാദാണ് കേട്ടോ നല്ല കറിയാണ് ഇടക്ക് നമ്മളെ മീൻ്റെ എന്താ ഇതിൻ്റെ കഷ്ണമാണ് കേട്ടോ കാട്ടു ചേനയില ആ ചെമ്മീനെ ചോദിച്ചാൽ നല്ല വൃത്തി കിട്ടുന്നുണ്ട് കേട്ടോ ആ ചെമ്മീനും കൂടി വരുമ്പോൾ ആ സംഭവം അതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല കാട്ടു ചേന തണ്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ വെച്ചോ ചൊറിയൊന്നുമില്ല സ്കിന്നിന് പ്രശ്നമുള്ളവർക്ക് ചൊറിയോ നമുക്കറിയില്ല നമുക്ക് ചൊറിയൊന്നുമില്ല പപ്പടം കൂടെ വേണമായിരുന്നു കറി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ ഓക്കെ